നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ജേണൽ എന്താണെന്നും അതുപോലെ തന്നെ ലെഡ്ജർ എന്താണെന്നും പഠിച്ചിരുന്നു. ഒറിജിൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ജേണൽ ചെയ്യുമ്പോൾ ഡേറ്റ്, അതുപോലെ തന്നെ പർട്ടിക്കുലേഴ്സ്, LF കാണിക്കാൻ ഒരു കോളം, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. നമ്മൾ ട്രാൻസാക്ഷൻ ജേണലൈസ് ചെയ്യാൻ പോവാണ്. സോ ഒന്നാമത്തെ ചോദ്യം, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹4 lakh. 1/5/2020. ഇനി എൻട്രി ആണ് ഇവിടെ എഴുതേണ്ടത്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് ആയിട്ടാണ്. സോ ക്യാഷ് ആണ് ബിസിനസ്സിലേക്ക് വരുന്നത്. നമ്മൾക്ക് ഇവിടെ 2 റൂള് നമ്മൾക്ക് ആലോചിക്കാനുണ്ട് അല്ലെ. അതായത് മോഡേൺ റൂളുണ്ട്, അതുപോലെ തന്നെ ട്രഡീഷണൽ റൂളുണ്ട്. ട്രഡീഷണൽ റൂൾ പറയുന്നത് എന്താണ്? ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ് അല്ലേ. അപ്പോൾ റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണോ ബിസിനസ്സിലേക്ക് അസറ്റ് ആയിട്ട് കടന്നു വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് മോഡേൺ റൂൾ ഉണ്ട്, വെൻ അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്, വെൻ അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യാം. സോ ക്യാഷ് എന്ന് പറയുന്ന ആസ്പെക്ട് ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലെങ്കിൽ ക്യാഷ് കൂടുകയാണല്ലോ, ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് കൂടുകയല്ലേ. ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലേക്ക് ക്യാപിറ്റലായിട്ട് ക്യാഷ് കൊണ്ടുവരികയാണ്. സോ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ബിസിനസ്സിൽ കൂടിയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ 4 lakh. ക്ലിയർ? ഇതിന്റെ നരേഷൻ നമുക്ക് എഴുതാം. ബീയിങ് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ബീയിങ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ക്യാഷ്. എന്ത് വേണമെങ്കിലും നമുക്ക് നരേഷനിൽ കാണിക്കാം. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷനിലേക്ക് പോവാണ്. ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് ഇൻ HDFC ബൈ ഡെപ്പോസിറ്റിംഗ് ക്യാഷ് ₹1 lakh. HDFC ബാങ്കിൽ നമ്മളൊരു 1 lakh rupees ഡെപ്പോസിറ്റ് ചെയ്തു. സോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ്, നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടാണ്. സോ ബാങ്ക് അക്കൗണ്ട് കൂടിയില്ലേ. ബാങ്ക് എന്ന് പറയുന്നത് അസറ്റാണ്, റിയൽ അക്കൗണ്ടാണ്. സോ ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് കൂടിയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതി വെക്കണം. ഡേറ്റ് 2/5/20 ഡേറ്റ് ഇട്ടു. അതിനുശേഷം നമ്മൾ കാണിക്കുക ബാങ്ക്, ഇതിൻ്റെ പേര് ഇവിടെ കാണിക്കാം, HDFC ബാങ്ക്. ഓക്കെ, ഞാൻ ഇവിടെ വെറും ബാങ്ക് എന്നേ കൊടുക്കുന്നുള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നമ്മൾ കയ്യിലുള്ള ക്യാഷ് എടുത്തിട്ടാണ് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് കുറഞ്ഞു അല്ലെ. കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു, ബാങ്കിലുള്ള ക്യാഷ് കൂടി. അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കൂടി, ക്യാഷ് ബാലൻസ് കുറഞ്ഞു. അപ്പോൾ കുറയുന്നതൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. ക്യാഷ് കുറയുവാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. ക്ലിയർ? ക്യാഷോ ബാങ്കോ ഒക്കെ കുറയുവാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. പുതിയ റൂൾ അനുസരിച്ച് എന്താണ്? അസറ്റ് കുറഞ്ഞു, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ്. പഴയ റൂളാണെങ്കിലോ ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണോ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, ക്യാഷാണ് പുറത്തേക്ക് പോകുന്നത്, അതാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അത് നമ്മൾ എഴുതാം 1 lakh. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി നരേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ബീയിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നരേഷൻ എപ്പോഴും ബീയിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വരും ബീയിങ് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻറ്റു ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഓഫ് ₹20,000 ബൈ പേയിങ് ക്യാഷ്. അപ്പോൾ 20,000 രൂപയുടെ മൂല്യമുള്ള ഫർണിച്ചർ നമ്മൾ വാങ്ങി ക്യാഷ് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ക്യാഷ് കൊടുക്കുന്നുണ്ടോ നോക്കുക. ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയും. അപ്പോൾ നമ്മൾ അത് ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യാം. എന്താണോ ബിസിനസ്സിലേക്ക് വന്നത്, അസറ്റല്ലേ വന്നത്. ഒരു ഫർണിച്ചർ എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റ് ആണ്, അത് നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് കൂടി, ഡെബിറ്റ് ചെയ്യാം. 4/5/20 ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ക്ലിയർ? 20,000. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം രഞ്ജൻ ട്രേഡേഴ്സ് ഫോർ റുപ്പീസ് 50,000. 6, 5, 20 ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ? ഇവിടെ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. സോ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ അവിടെ വരുന്ന അക്കൗണ്ട് ആണ് പർച്ചേസസ് അക്കൗണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗുഡ്സ് ആണ് വരുന്നതെങ്കിൽ, ക്വസ്റ്റ്യനിൽ ഗുഡ്സ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പർച്ചേസസ് അക്കൗണ്ട് ആണ്. കാരണം എന്താണ്? നമ്മുടെ ഗുഡ്സ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഗുഡ്സുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് ബിസിനസ്, അതാണ് നമ്മുടെ ഗുഡ്സ് എന്ന് പറയുന്നത്, ചരക്കുകൾ. അപ്പൊ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പർച്ചേസ് അക്കൗണ്ട്, അത് വിറ്റിട്ടുണ്ടെങ്കിൽ അത് സെയിൽസ് അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ അത് വാങ്ങുകയാണ്. അപ്പോൾ വാങ്ങുമ്പോൾ അത് എക്സ്പെൻസ് അല്ലേ? പർച്ചേസസ് എക്സ്പെൻസസ് ആണ്. അപ്പൊ നമ്മളതിന് ഡെബിറ്റ് ചെയ്യണം. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഇനി രഞ്ജൻ ട്രേഡേഴ്സ് എന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. രഞ്ജൻ ട്രേഡറിന്റെ പേര് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാഷ് കൊടുത്തു എന്നവിടെ പറയുന്നില്ല. ക്ലിയർ? അപ്പൊ ക്വസ്റ്റ്യനിൽ പേര് തരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി പേര് തന്നിട്ട് ബൈ പേയിങ് ക്യാഷ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ക്യാഷ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലിയർ? അപ്പോൾ ഇവിടെ പേര് മാത്രം തന്നിട്ടുണ്ട്, വേറെ ക്യാഷ് കൊടുത്തു എന്നൊന്നും പറയുന്നില്ലെങ്കിൽ ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ആ പേരാണ് അവിടെ കാണിക്കേണ്ടത്. രഞ്ജൻ ട്രേഡേഴ്സ്, പർച്ചേസസ് അക്കൗണ്ട് അപ്റ്റർ ടു രഞ്ജൻ ട്രേഡേഴ്സ്. കാരണം ഇയാൾക്ക് നമ്മൾ പൈസ കൊടുക്കണം. ഈ രഞ്ജൻ ട്രേഡർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ക്രെഡിറ്റർ ആണ്. ഇയാൾക്ക് നമ്മൾ ഭാവിയിൽ പൈസ കൊടുക്കണം. കടമായിട്ട് മേടിച്ചുകൊണ്ട് വന്നു, അപ്പോൾ ഇയാൾക്ക് പൈസ കൊടുക്കണം. ലാബിലിറ്റി ഇൻക്രീസസ് ക്രെഡിറ്റ് എന്നുള്ളതാണ് റൂള് വരിക. രഞ്ജൻ ട്രേഡർ എന്ന് പറയുന്നത് ലാബിലിറ്റി ആണ്, ബാധ്യതയാണ്. ഈ വ്യക്തി നമുക്ക് ബാധ്യത, തിരിച്ച് പൈസ കൊടുക്കണം. ഓക്കെ, സോ എമൗണ്ട് 50,000. ക്ലിയർ? ഇത് നരേഷൻ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ബീയിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 25,000. 25,000 രൂപ മൂല്യമുള്ള ഗുഡ്സ് നമ്മൾ വിറ്റു. ക്യാഷിനാണ് വിൽക്കുന്നത്. 10/5/20 ഡേറ്റ് ഇട്ടു. അപ്പോൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ക്യാഷ് അല്ലേ വരുന്നത്, ക്യാഷിനാണ് വിറ്റത്. സോ ക്യാഷ് നമുക്ക് കിട്ടി. കിട്ടുന്നതൊക്കെ ഡെബിറ്റ് ചെയ്യുക. കിട്ടിയ ക്യാഷ് അസറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആണ്. ഇവിടെ എന്താണ്? ഇത് അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് കൂടി ഡെബിറ്റ്. സെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ്. സെയിൽസ് നമുക്ക് വരുമാനമാണ്. അപ്പൊ അത് കൂടി. വരുമാനം കൂടുമ്പോൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ സെയിൽസ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സെയില് എപ്പോഴും ക്രെഡിറ്റിലാണ് വരിക. ഓക്കെ, പർച്ചേസസ് എപ്പോഴും ഡെബിറ്റിലാണ് വരിക. ഇത് മാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സെയിലിന്റെ എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ സെയിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇത് ഇങ്ങോട്ട് വരില്ല, ഡെബിറ്റിൽ വരില്ല. പർച്ചേസ് എപ്പോഴും ഡെബിറ്റിലായിരിക്കും വരിക, ഇങ്ങോട്ട് വരില്ല. ഇങ്ങോട്ട് വരുന്ന എൻട്രീസ് വരാം, പക്ഷെ പർച്ചേസസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പർച്ചേസ് എപ്പോഴും ഡെബിറ്റിലാണ് വരിക. പർച്ചേസ് കുറയുമ്പോഴാണ് ക്രെഡിറ്റ് വരിക. എമൗണ്ട് കാണിക്കുക 25,000. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ്. പെയ്ഡ് ഇൻഷുറൻസ് റുപ്പീസ് 2,000. ഡേറ്റ് ഇടുന്നു. ഓക്കെ, ഇൻഷുറൻസ് കൊടുത്തു. ഇൻഷുറൻസ് കൊടുത്താൽ ഇൻഷുറൻസ് എക്സ്പെൻസ് ആണ്. ഇൻഷുറൻസ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. സോ ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സിമ്പിൾ അല്ലേ? ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുത്താൽ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് വന്നാൽ ക്യാഷിന് ഡെബിറ്റ് ചെയ്യണം. അത് ക്യാഷ് പോയി, പേയ്മെന്റ് ആണ്. ക്യാഷ് പോകുമ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യണം. ഇൻഷുറൻസ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് റുപ്പീസ് 2,000. ഇപ്പൊ എമൗണ്ട് എപ്പോഴും ഇങ്ങനെ എഴുതണം. ഡെബിറ്റിന് നേരെ എമൗണ്ട്, ക്രെഡിറ്റിന് നേരെ എൻ്റെ എമൗണ്ട്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പെയ്ഡ് റുപ്പീസ് 3,000 ടുവാർഡ്സ് റെന്റ് ഇൻ ക്യാഷ്. ഡേറ്റ് ഇടുന്നു 15/5/20. ഇപ്പൊ റെന്റ് കൊടുത്തു. റെന്റ് കൊടുത്താൽ റെന്റ് എക്സ്പെൻസ് ആണ്. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 3,000. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെയ്ഡ് റുപ്പീസ് 5,000 ആസ് സാലറി ടു ദ മാനേജർ ഇൻ ക്യാഷ്. 5,000 രൂപ സാലറി മാനേജർക്ക് കൊടുത്തു ക്യാഷ് ആയിട്ട്. സോ ഇവിടെ പേര് തന്നിട്ട് മാനേജർക്കാ കൊടുത്തതെന്ന് പറഞ്ഞു. പക്ഷെ ക്യാഷ് അല്ലേ കൊടുക്കുന്നത്? ക്യാഷ് കൊടുത്തു. സോ മാനേജർ നമുക്ക് അവിടെ വേണോ? ക്യാഷ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അത് 5/20. ഓക്കെ, അപ്പോൾ സാലറി കൊടുത്തതാണ്. സാലറി എക്സ്പെൻസ് ആണ്. സാലറി അക്കൗണ്ട്
ഡെപ്റ്റർ ടു എന്താണ്, മാനേജർ അല്ല, ക്യാഷാണ് കൊടുക്കുന്നത് 1000. അടുത്ത ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് വർത്ത് 8000 ടു രഘു. 8000 രൂപ മൂല്യമുള്ള ഗുഡ്സ് രഘുവിന് വിറ്റു. സോ രഘുവിന് വിറ്റു, കടമായിട്ടാണ് വിറ്റത്, പേര് അവിടെ തന്നിട്ടുണ്ട്, രഘുവിന് പൈസ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നോർമലായിട്ട് സെയിൽസിന്റെ എൻട്രി എന്താണ്, ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിലാണ്. ഇപ്പോൾ ക്യാഷ് കൊടുത്തോ അല്ല ക്യാഷ് നമുക്ക് കിട്ടിയോ, ഇല്ല, രഘു നമുക്ക് പൈസ തരാനുണ്ട്. അപ്പോൾ ഡേറ്റ് ഇടുക 25/5/20. ഇപ്പോൾ രഘു പൈസ തരാനുണ്ടെങ്കിൽ നമ്മൾ രഘു എന്ന് പറയുന്നത് ഡെപ്റ്ററാണ്. രഘു അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണ്, സെയിൽസ് എപ്പോഴും ക്രെഡിറ്റിലായി. സെയിൽസ് രഘു ക്യാഷ് നമുക്ക് തരാനുണ്ട്, ഡെപ്റ്ററാണ്, അപ്പം അതുകൊണ്ട് ഇയാൾ ഡെബിറ്റ് ചെയ്യണം. ഡെപ്റ്റർ എന്ന് പറയുന്നത് അസറ്റ് കൂടി ഡെബിറ്റ്, സെയിൽ ഇൻകം കൂടി ക്രെഡിറ്റ്. 1000. ക്ലിയർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പർച്ചേസ് സ്റ്റേഷനറി വർത്ത് ₹200 ഇൻ ക്യാഷ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പർച്ചേസ്ഡ് സ്റ്റേഷനറി എന്നാ പറഞ്ഞത്. സ്റ്റേഷനറി നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ സ്റ്റേഷനറി ആണ് പർച്ചേസ് ചെയ്തത്, ഗുഡ്സ് അല്ല. അപ്പോൾ ഒരിക്കലും ഇത് പർച്ചേസ് അക്കൗണ്ട് അല്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. പർച്ചേസ് എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഗുഡ്സ് എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പർച്ചേസ് അക്കൗണ്ടിൽ കൊടുക്കാവുള്ളൂ. പേര് തരുന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി ആണ് വാങ്ങിയത്, ഇപ്പോൾ സ്റ്റേഷനറി വാങ്ങുന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്, ഇപ്പോൾ സ്റ്റേഷനറിയുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. 5/20 എന്താണ്, സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 200. സോ ഇത്രയാണ് എൻട്രീസ് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ലെഡ്ജർ ക്രിയേഷൻ ആണ്. സോ എൻട്രികളൊക്കെ നമ്മൾ എഴുതി, ജേണൽ എൻട്രികളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓരോ എൻട്രി നമ്മൾ പരിശോധിക്കുക. ഇവിടെ കണ്ടില്ലേ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അങ്ങനെ ഓരോ അക്കൗണ്ടുകൾ കിട്ടിയല്ലോ. ഓക്കെ, ഡെബിറ്റിലും ക്രെഡിറ്റിലും ഓരോ ആസ്പെക്റ്റുകൾ, ഓരോ അക്കൗണ്ടുകൾ നമുക്ക് കാണാം. ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട്, ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ട അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്. സോ ടോട്ടൽ അക്കൗണ്ടുകൾ എത്ര വേണം? ക്യാഷ് അക്കൗണ്ട് വേണം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മറ്റൊരു അക്കൗണ്ട് വരയ്ക്കണം, ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ട് വേണം, ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇനി വേണോ? വേണ്ട, ഓൾറെഡി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാഷ് ഫർണിച്ചർ എന്ന് പറഞ്ഞ അക്കൗണ്ട് വേണം, പർച്ചേസസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് വേണം, രഞ്ജൻ ട്രേഡർ എന്ന് പറഞ്ഞ അക്കൗണ്ട് വേണം, സെയിൽസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് വേണം, ഇൻഷുറൻസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് വേണം, റെന്റ്, സാലറി, രഘു, സ്റ്റേഷനറി. ഇത്രയും അക്കൗണ്ടുകളാണ് നമ്മൾ ലെഡ്ജറിൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. അപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഓരോ അക്കൗണ്ടുകളും ഓക്കെ, ഡ്യൂപ്ലിക്കേഷൻ ഇല്ല, ലെഡ്ജർ അക്കൗണ്ട് ഒരിക്കലും ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. ഒരെണ്ണം പ്രിപ്പയർ ചെയ്താൽ ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് മതി. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ എഴുതി വെക്കാം, ഏതൊക്കെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ഓരോന്നും വരയ്ക്കുക. നമുക്കിവിടെ ആദ്യമായിട്ട് വരയ്ക്കേണ്ടത് ക്യാഷ് അക്കൗണ്ട് ആണ്. ലെഡ്ജർ അക്കൗണ്ടിൽ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തിനാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ലെഡ്ജർ വരയ്ക്കുന്നത്? ഫൈനൽ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കാണണം അല്ലെ, ക്ലോസിംഗ് ബാലൻസസ് നമുക്ക് കാണണം. ക്യാഷിന്റെ നിലവിലത്തെ ബാലൻസ് എത്രയാണെന്ന് നമുക്കറിയണം. ഓക്കെ, ഓരോ മാസമാണ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക നോർമലി. ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ, നമ്മുടെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF ആണ്, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, വീണ്ടും പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഈ സൈഡ് ഡെപ്റ്റർ ആണ്, ഈ സൈഡ് ക്രെഡിറ്റർ ആണ്. അതായത് ഇവിടെ ഡെബിറ്റ്, ഇവിടെ ക്രെഡിറ്റ്. ഈ സൈഡ് 2 ആസ്പെക്റ്റുകൾ നമ്മൾ കാണിക്കണം. ഈ സൈഡ് 2 ആസ്പെക്റ്റുകളാണ്, 2. ഓക്കെ, ഈ സൈഡ് നമ്മൾ ബൈ ആസ്പെക്റ്റുകളാണ് കാണിക്കുക, ബൈ. ഓക്കെ, അപ്പം അത് മനസ്സിൽ വെച്ചാൽ അത് എഴുതിയൊന്നും വേണ്ട. ഈ ഡെപ്റ്റർ ക്രെഡിറ്റർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ നമ്മൾ 2 ആസ്പെക്റ്റുകൾ കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബൈ ആസ്പെക്റ്റുകളും കാണിക്കും. ഇപ്പോൾ ക്യാഷ് ഒക്കെ ഫസ്റ്റത്തെ എൻട്രി എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഡേറ്റ് നമ്മളിടും 1/1 ആയിരുന്നല്ലോ, 1/5/20.
20 പെർട്ടിക്കുലേഴ്സിൽ 2 അല്ലേ ഇവിടെ കാണിക്കുക. ടു ക്യാപിറ്റൽ നമ്മൾ കൊണ്ടുവന്ന റേസ് ചെയ്തതാണ്. ക്യാപിറ്റൽ നമുക്ക് കിട്ടിയതാണ്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ ക്യാഷ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് റെസീപ്റ്റ്, ഇവിടെ നമ്മുടെ പേയ്മെന്റുകൾ കാണിക്കാം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റുകളും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റുകളാണ് വരിക. ഇപ്പോൾ ക്യാപിറ്റൽ നമ്മൾ കൊണ്ടുവന്നതല്ലേ, അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയതാണ്, ബിസിനസ്സിലേക്ക് വന്നതാണ്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്രയാണ് കാണിക്കുക. ക്ലിയർ? ഒന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഇത് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ക്യാഷിന്റെ ഈ ഒരു എൻട്രി എഴുതി അതിനുശേഷം എന്താ ചെയ്യുക, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അക്കൗണ്ട് വരയ്ക്കുക. എന്നിട്ട് ക്യാപിറ്റലിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യാം. അതൊന്ന് ചെയ്യാം. അതല്ലെങ്കിൽ ക്യാഷിന്റെ എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തതിനു ശേഷം അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ക്യാഷ് പ്രിപ്പയർ ചെയ്ത് ക്യാഷിന്റെ ഒന്നാമത്തെ എൻട്രി എഴുതി അതിനുശേഷം ക്യാപിറ്റലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ നിങ്ങൾ അടുത്തതായിട്ട് വരയ്ക്കണം ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അടുത്ത അക്കൗണ്ട് വരച്ചിട്ട് വേണം അവിടെ ക്യാഷ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമേ അടുത്ത എൻട്രിയിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പം ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല, രണ്ടാമത്തെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ക്യാഷ് മൊത്തത്തിൽ അങ്ങ് സെറ്റിൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, ക്യാഷിൻ്റെ എവിടെ വരുന്നത്, ഇപ്പോൾ ക്യാപിറ്റൽ അവിടെ നിന്നോട്ടെ. ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് ക്യാഷ് വരുന്നുണ്ടോ? ക്യാഷ് വരുന്നുണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളതാണ് എൻട്രി. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഇവിടെ ബൈ ആസ്പെക്റ്റ് ആണ്, ഇത് ബൈ ആസ്പെക്റ്റ്, ഇത് ടു ആസ്പെക്റ്റ് ആണ്. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്ന് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അത് എത്രയാണ്? ഡേറ്റ് 2/5. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ബാങ്ക് എത്രയാണ്? എമൗണ്ട് 1 lakh. ഓക്കെ, 1 lakh എഴുതി. അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാണ്. ക്യാഷിന് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 4/5 ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പം ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? 4/5 അല്ലേ, ബൈ ഫർണിച്ചർ 20,000 എഴുതിയോ? അടുത്തത് പർച്ചേസസ് ടു രഞ്ജൻ, ഇവിടെ ക്യാഷ് വന്നിട്ടില്ല. അടുത്തത് ക്യാഷ് ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് ടു സെയിൽസ് എമൗണ്ട് എത്രയാണ്? 25,000 വരുന്നുണ്ട്. ഇതൊക്കെ ക്യാഷുകൾ അല്ലെ. ഇൻഷുറൻസ് ടു ക്യാഷ്, റെന്റ് ടു ക്യാഷ്, സാലറി ടു ക്യാഷ്. സോ ഇൻഷുറൻസ് ടു ക്യാഷ് അടുത്തത്. അപ്പോൾ ക്യാഷിൽ ബൈ ഇൻഷുറൻസ് 2,000, ബൈ ഇൻഷുറൻസ് 2,000. അടുത്തത് റെന്റ് 15-ാം തീയതി റെന്റിന്റെ എൻട്രി ഉണ്ട് 3,000. 15 ബൈ റെന്റ് ടു ക്യാഷ് എന്നാ, അപ്പോൾ ബൈ റെന്റ് 3,000. അടുത്തത് സാലറി ടു ക്യാഷ്, ക്യാഷിൽ ബൈ സാലറി എത്ര? 5,000. 20-ാം തീയതി ബൈ സാലറി 5,000. അടുത്തത് ഏതാ? രഘു ടു സെയിൽസ്, ക്യാഷ് വരുന്നുണ്ടോ? ഇല്ല. അടുത്തത് ഏതാ? സ്റ്റേഷനറി. അപ്പോൾ ഡേറ്റ് ഇടുക 26/5 ബൈ സ്റ്റേഷനറി 200. സോ എൻട്രികളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തു. ക്യാഷിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാം? ഇനി രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യാം. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യാം. ഇവിടെ 4,25,000 ഉണ്ട് അല്ലേ. ഇവിടെ എത്ര വരും? 1,00,000, 1,20,000, 1,22,000, 1,25,000, 1,30,000, 1,30,200, 1,30,200. ഏതാണ് കൂടുതൽ എമൗണ്ട്? 4,25,000 ആണോ 1,30,200 ആണോ? 4,25,000 ഓഫ് കോഴ്സ്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ആ വലിയ എമൗണ്ട് എത്രയാണോ അത് എഴുതുക. 25,000 അടി വരച്ചേക്കുക. 4,25,000. അപ്പോൾ ഇവിടെ അല്ലേ കുറവ്?
കുറവ് എവിടെയാണ്? ഈ സൈഡാണ് കുറവ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് എത്രയാണ്? 2,94,800. ഓക്കെ, 4,25,000 1,00,000 എത്ര 30,200 കുറച്ച് നമുക്ക് 2,94,800 കിട്ടി. അതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നു ബൈ ബാലൻസ് C/D, ബൈ ബാലൻസ് ക്യാരി ഡൗൺ എമൗണ്ട് കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത മാസത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. ബ്രോഡ് ഡൗൺ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ഇവിടെയാണ് ക്യാരി ഡൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രോഡ് ഡൗൺ ചെയ്യാം. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ B/D, ബ്രോഡ് ഡൗൺ. ഓക്കെ, ബ്രോഡ് ഡൗൺ 2,94,800. ക്ലിയർ? ഇങ്ങനെയാണ് ഒരു ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ഓരോന്നും വരയ്ക്കുക. ഓക്കെ, 2 അക്കൗണ്ട് കൂടെ ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ളത് നിങ്ങളെന്ത് ചെയ്യാം? ഇവിടെ കാണിക്കുക ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ആ ക്യാപിറ്റലിന്റെ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അല്ലേ? അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റലില് ബൈ ക്യാഷ്. ഇവിടെ ബൈ ഇവിടെയാണ് വരിക. ബൈ ക്യാഷ് 4 lakh. ഓക്കെ, അത്രേ ഉള്ളൂ ക്യാപിറ്റൽ എൻട്രി. പിന്നെ ക്യാപിറ്റൽ എൻട്രി വരുന്നുണ്ടോ? ഇല്ല. പിന്നെ ക്യാപിറ്റൽ എൻട്രി ഇല്ല. ക്യാപിറ്റൽ വരുന്നൊരു എൻട്രി ഒരെണ്ണേ നമ്മൾ ചെയ്തുള്ളൂ. സോ അത് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്തേക്കാം. 2 സൈഡും 4 lakh. ഓക്കെ, ഇനി എന്താ ചെയ്യാം? ബാലൻസ് ഇവിടെ വരും, ഇവിടെ വരും അല്ലേ? ഇവിടെ കൂടുതൽ, ഇവിടെ കുറവാണ്, ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ കാണിച്ചേക്കുക ടു ബാലൻസ് C/D 4 lakh തന്നെ. ഓക്കെ, ഇവിടെ 4 lakh ആയി, 4 lakh ആയി, രണ്ടും ഓക്കെ ആയി. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? അടുത്ത മാസത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുക. ബൈ ബാലൻസ് B/D 4 ലക്ഷം. ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ. ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഇത് ക്രെഡിറ്റ് സൈഡാണ്, ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഇവിടെയോ ക്യാഷിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ക്യാഷിന് ഡെബിറ്റ് ബാലൻസ്. ബാലൻസ് B/D എന്ന് പറഞ്ഞ് എവിടെയാണോ കാണുന്നത് അതാണ് അതിൻ്റെ സൈഡ്. ക്യാഷ് ഡെബിറ്റ് ബാലൻസ്, ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് 4 lakh. അടുത്തത് ഏതാണ് അക്കൗണ്ട് വരയ്ക്കാനുള്ളത്? 2-3 കൂടെ കാണിച്ചു തരാം. ഇവിടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഓൾറെഡി ഉണ്ട്. ഇനി ബാങ്ക് വരയ്ക്കുക. ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ബാങ്കിന് എത്ര എൻട്രി ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരൊറ്റ എൻട്രി ഉള്ളൂ. ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ എൻട്രി 1 ലക്ഷം. 2 നടന്നു. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ് എന്നാണ്. ടു ക്യാഷ് 2 ടു ക്യാഷ് 1 lakh. അത്രേ ഉള്ളൂ. എൻട്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ ചെയ്യാം. 1 lakh. ബാലൻസ് എവിടെയായിരിക്കും വരിക? ഇവിടെ അല്ലേ? ബൈ ബാലൻസ് C/D 1 lakh. ബ്രോഡ് ഡൗൺ ചെയ്യണം. ടു ബാലൻസ് B/D ബാലൻസ് ബ്രോഡ് ഡൗൺ 1 lakh തന്നെ. ബാങ്കിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ബാങ്ക് അക്കൗണ്ട് അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അടുത്തത് ഏതാണ്? പർച്ചേസസ്. പിന്നെ രഞ്ജിന് 2 അക്കൗണ്ട് വേണം. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പർച്ചേസസ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ടിൽ ഏതാ? ഓക്കെ, പർച്ചേസസ് അക്കൗണ്ടിൽ
to Ranjan Traders. The two side over to Ranjan Traders. ഇനി പർച്ചേസിൻ്റെ എൻട്രി ഉണ്ടോ? പർച്ചേസ് ഇല്ല. അപ്പോൾ അത് ക്ലോസ് ചെയ്തേക്കാം. 50,000 50,000. ബാലൻസ് എവിടെ വരും? ഇവിടെ വരും. ഇവിടെയല്ലേ ഇല്ലാത്തത്. ബൈ ബാലൻസ് സി ബാർ ഡി 50,000 തന്നെ. ടു ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാട്ടോ. ടു ബാലൻസ് ബി ബാർ ഡി 50,000 50,000 തന്നെ. ഓക്കെ, ഇവിടെ 50,000 വരും. സോ പർച്ചേസ് എക്സ്പെൻസ് ആണ്. പർച്ചേസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നിങ്ങൾ സ്വന്തം ചെയ്യാം. രഞ്ജൻ ട്രേഡേഴ്സ്, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന രഞ്ജൻ ട്രേഡേഴ്സാണ്. രഞ്ജൻ ട്രേഡേഴ്സ്. അപ്പോൾ രഞ്ജൻ ട്രേഡേഴ്സിൽ ബൈ പർച്ചേസിന് എഴുതും എമൗണ്ട് ഇത് തന്നെ. ഓക്കെ, എൻ്റെ ഇപ്പോൾ 2 എണ്ണം വരുന്നത് നോക്കട്ടെ. സെയിൽസ് ക്യാഷ് അക്കൗണ്ട് ടു സെയിലും റെഗു ടു സെയിൽ. അപ്പോൾ ഞാൻ സെയിലൊന്ന് വരയ്ക്കാം. സെയിലൊന്ന് വരച്ച് കാണിക്കാതെ, സെയിലും കൂടെ പറഞ്ഞിട്ട് നിർത്താം. സെയിൽസ് അക്കൗണ്ട് രഞ്ജൻ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത് രഞ്ജൻ ട്രേഡറാണ്, സെയിൽസ് അല്ല. രഞ്ജൻ ട്രേഡേഴ്സിൽ നമ്മൾ ബൈ പർച്ചേസ് പറഞ്ഞാൽ 50,000 റെക്കോർഡ് ചെയ്യും. അതോടുകൂടി 50,000 തന്നെ എവിടെ വരും? 50,000 എവിടെ വരും? ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരും, കാരണം ക്രെഡിറ്ററാണ്. സെയിൽ അക്കൗണ്ട് ഇപ്പോൾ ഞാൻ 2 എൻട്രി വരുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെയിൽ അക്കൗണ്ട് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ക്ലിയർ? ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. സെയിൽസിൽ ബൈ ക്യാഷ് 25,000 ബൈ ക്യാഷ് 25,000. ഓക്കെ, പിന്നെ സെയിൽസിൻ്റെ എൻട്രി നോക്കി. റെഗു ടു സെയിൽസ് ആയിരുന്നു 8,000. റെഗു ടു സെയിൽസ്. സെയിൽസിൽ ബൈ റെഗു 8,000. ഓക്കെ, അപ്പോൾ സെയിൽസിൻ്റെ എൻട്രിയും കഴിഞ്ഞു. ഇനി നിങ്ങൾ ടോട്ടൽ ചെയ്യുക. 25ഉം 8ഉം 33 അല്ലേ? 33. അപ്പം ബാലൻസ് അവിടെ വരും, ഈ സൈഡ് വരും അല്ലേ? ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എഴുതിയേക്കാം ടു ബാലൻസ് സി ബൈ. ഇപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഐറ്റംസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഏത് സൈഡാണ് കൂടുതൽ എമൗണ്ട് അത് കുറഞ്ഞ എമൗണ്ടിൽ കുറയ്ക്കുക. ഓക്കെ, കൂടുതൽ എമൗണ്ട് എത്രയാണ് വരുന്നത് അത് 2 സൈഡിലും എഴുതണം. ഇവിടെ എമൗണ്ടുകൾ വരുന്നുണ്ടെങ്കിൽ 2 സൈഡും ടോട്ടൽ ചെയ്യുക. എന്നിട്ട് കൂടുതൽ എമൗണ്ട് ഏതാണോ വരുന്നത് അതാണ് ഈ 2 സൈഡിലും എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ടോട്ടൽ ചെയ്തിട്ട് ആ എമൗണ്ട് 2 സൈഡിൽ എഴുതിയിരിക്കുന്നത്. സോ 33,000 തന്നെ വരും. ഓക്കെ, ഇനി ഇവിടെ എഴുതുക ബൈ ബാലൻസ് ബി ബാർ ഡി. എത്ര വരും? 33,000. ഈ 3,000 ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് 33,000 തന്നെ. ഈ 33,000 തന്നെ താഴേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ സെയിലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് കണ്ടില്ല, കൃത്യമായിട്ട് നോക്കിക്കോളൂ. നമ്മൾ ബൈ സൈഡും കാണിച്ചു, ടു സൈഡും കാണിച്ചു. എമൗണ്ട് ഈ സൈഡാണ് ടോട്ടൽ കൂടുതൽ എമൗണ്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് 2 സൈഡിലും എഴുതി. ആ കുറവുള്ള എമൗണ്ടുകൾ കുറച്ച് അതിൻ്റെ ബാലൻസ് കണ്ടുപിടിച്ചു. ആ ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആണ്. ഈ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത മാസത്തേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സൈഡ് കണ്ടുപിടിക്കാം. ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡാണ് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ക്ലിയർ? അങ്ങനെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എവിടെ വരുന്നത്? 4 ലക്ഷം ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്. അതായത് ബ്രോഡ് ഡൗൺ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ ഇത് ക്രെഡിറ്റ് സൈഡാണ്. 4 ലക്ഷം എന്നുള്ള ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബാങ്കിന് ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ നമ്മൾ ഈ ഒറിജിൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. സോ നാളെ മുതൽ നമ്മൾ സബ്സിഡറി ബുക്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.